കേന്ദ്ര സപ്ലൈകോ പോർട്ടലിലൂടെ നെല്ല് സംഭരണം നടത്താനുള്ള തീയതി ഡിസംബർ 31 വരെ ആക്കിയതോടെ പ്രതിസന്ധിയിലായി ഇരിക്കുകയാണ് നെൽ കർഷകർ. മറ്റ് സംസ്ഥാനങ്ങളിലെ കൊയ്ത്തിനനുസരിച്ചാണ് പോർട്ടലിൽ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ കർഷകരെ കൂടി പരിഗണിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കേന്ദ്ര സപ്ലൈകോ സംവിധാനങ്ങളിലൂടെ 2 തവണയായാണ് കേരളത്തിലെ കർഷകരുടെ നെല്ല് സംഭരിക്കുന്നത്. പുഞ്ചക്കൊയ്ത്ത് കഴിഞ്ഞ് ഒന്നാം വിള ഡിസംബർ 31-നുള്ളിൽ തന്നെ നെല്ല് ശേഖരിക്കണമെന്നാണ് കേന്ദ്ര സപ്ലൈകോ പോർട്ടലിൽ പറയുന്നത്. എന്നാൽ തുടർച്ചയായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും കേരളത്തിലെ നെൽകൃഷിയെ സാരമായി ബാധിച്ചെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഒരു പരിധി വരെ ഉണ്ട്. ഇവർ പറയുന്ന ആ വ്യവസ്ഥകൾ മുഴുവൻ നമുക്കിപ്പോൾ പാലിച്ചുകൊണ്ട് നെല്ല് കൊടുക്കാനൊക്കെ പറ്റില്ല. പിന്നെ നെല്ല് സംഭരിച്ച് വയ്ക്കുന്നത് എവിടെ കൊണ്ട് സംഭരിച്ച് വയ്ക്കും? നമുക്ക് അങ്ങനെ സംഭരണ കേന്ദ്രം ഉണ്ടോ? നമുക്ക് ഇല്ല. വടക്കേ ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഉള്ളി സംഭരിച്ച് വയ്ക്കാം, 6 മാസം സംഭരിച്ച് വയ്ക്കാനുള്ള സംഭരണമുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. വയനാട്ടിലെ കൃഷിസ്ഥലങ്ങളിൽ പലതും വെള്ളം കയറുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് കർക്കിടകം ചിങ്ങം മാസങ്ങളിലായാണ് പലയിടത്തും കൃഷി ഇറക്കുന്നത്. കൃഷി എങ്ങനെയൊക്കെ ചെയ്താലും വിത്ത് മാറ്റി ഉപയോഗിച്ചാലും ഡിസംബർ 31-ന് ഉള്ളിൽ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരിക്കാൻ സാധിക്കില്ല. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് കർഷകർ. വയനാട്ടിലെ കർഷകരെ സംബന്ധിച്ച് പല മേഖലകളിലും വെള്ളം കയറി ഇറങ്ങുന്ന മേഖലകളാണ്. അത് വെണ്ണിയോട്, ചീക്കല്ലൂര്, പനവരം, അങ്ങനെ കുറേ വയനാടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് വെള്ളം കയറി ഇറങ്ങുന്ന മേഖലകളാണ്. അവിടെയൊക്കെ കൃഷി ഇറക്കുക നമ്മളെ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം മാസങ്ങളിലൊക്കെയാണ് കൃഷി ഇറക്കുന്നത്. അവർക്ക് എങ്ങനെ ശ്രമിച്ചാലും എത്ര മൂപ്പ് കുറഞ്ഞ വിത്തിനും കൊണ്ടുവന്ന് കൃഷി ചെയ്താലും ഡിസംബർ 31-ന് കൊയ്ത്ത് തീർന്ന് നെല്ല് ഈ സമയത്ത് സംഭരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ പുഞ്ചകൃഷിയുടെ നെല്ല് സ്വീകരിക്കാതെ വന്നപ്പോൾ പ്രധാനമന്ത്രി ഇടപെട്ടാണ് നെല്ല് സംഭരണം ഉറപ്പുവരുത്തിയത്. എന്നാൽ അത് താൽക്കാലികമാണെന്നും ഈ ഡിസംബർ 31-ന് തന്നെ നെല്ല് കയറ്റുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. ഇത്തവണ നെല്ല് സംഭരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത 2ാം വിളയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നെല്ല് ശേഖരണം സാധ്യമാകൂ. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇനി ക്രോപ്പ് 2-വിൽ തന്നെ ഇവർ സംഭരിച്ചാൽ പോലും ഡിസംബർ 31-ന് ഈ നെല്ല് സംഭരണം അവസാനിക്കുമ്പോൾ സപ്ലൈകോ പണം നൽകാറ് ഓരോ ഡേറ്റ് വെച്ചിട്ട് ഡിസംബർ 31 വരെയുള്ള കർഷകർക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി 15 വരെയുള്ള കർഷകർക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു കർഷകന് ആ ഡിസംബർ 31 വരെയുള്ള കാലാവധി നഷ്ടപ്പെട്ട് പിന്നെ ജനുവരി കൊടുക്കുമ്പോൾ അവന് പണം കിട്ടാൻ പിന്നെ ഒരു 3-4 മാസം കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ്. എന്നാൽ നെല്ല് ശേഖരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ എവിടെയുമില്ല. ഈ തീയതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. ഇതിൽ ജനപ്രതിനിധികളും അധികാരികളും കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. തുടർച്ചയാകുന്ന കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെയും കൃഷിരീതിയെയും ഒരുപോലെ ബാധിക്കുന്നു. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ കൃത്യസമയത്ത് നെല്ല് സംഭരണം നടക്കുമോ എന്ന ആശങ്കയിലാണ് വയനാട്ടിലെ കർഷകർ. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.